ഭാരതത്തിലെ പ്രധാന സംഭവങ്ങളായി മലയാള പത്രങ്ങളിൽ വന്ന വാർത്തകളും ചിത്രങ്ങളും ശേഖരിച്ച് ആൽബമാക്കുക. ഇതാണ് 15ാമത്തെ വയസ്സ് മുതൽ തിരുവല്ല പെരിങ്ങര സ്വദേശി CV ഹരികൃഷ്ണകുമാറിന്റെ ഹോബി. വർഷങ്ങൾക്ക് മുൻപ് സംസാരശേഷി നഷ്ടപ്പെട്ട ഹരികൃഷ്ണന്റെ കൈവശമുള്ള അപൂർവ ചിത്രങ്ങൾ രാജ്യത്തിന്റെ ചരിത്രം കൂടിയാണ്. പെരിങ്ങര ചാത്രം വിവേക് നിവാസിൽ 60കാരനായ CV ഹരികൃഷ്ണകുമാറിന്റെ ശേഖരത്തിൽ ഏറിയ പങ്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചതാണ്. 1885 കോൺഗ്രസിന്റെ പ്രാരംഭ സമ്മേളനം, മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്ര, ഉപ്പു സത്യാഗ്രഹം തുടങ്ങി ചരിത്രമുറങ്ങുന്ന ഒട്ടേറെ ചിത്രങ്ങൾ. ചെറുകിട കച്ചവടം നടത്തിയിരുന്ന ഹരികൃഷ്ണന് വർഷങ്ങൾക്ക് മുൻപ് പക്ഷാഘാതം വന്നതിനെ തുടർന്ന് സംസാരശേഷി നഷ്ടമായി. 15ാമത്തെ വയസ്സിൽ തൊട്ട് തുടങ്ങിയതാണ് ഈ ആൽബം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് വരുന്നതിന് മുമ്പുള്ള ആൽബങ്ങളായില്ല. അതൊരിക്കലും പുള്ളി കളയത്തുമില്ല, ജീവനായിട്ട് കൊണ്ട് നടക്കുന്നതാണ് ഈ ആൽബം. അതൊരിക്കലും ഞങ്ങൾ നഷ്ടപ്പെടുത്തത്തുമില്ല. ഇനി ഞങ്ങൾ കഴിവുള്ളിടത്തോളം ഞങ്ങൾ ഇത് ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം. ഇവിടെ ഒത്തിരി പേര് ഇവിടെയും വന്നു, ഞാൻ വീട്ടിലുകളിലും കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഈ ആൽബം കാണാനായിട്ട്. ഒത്തിരി പേര് വന്നിത് കാണാൻ, വർഷവും ആണ്ടും എല്ലാം ഉള്ള ഒരു ആൽബമായത്. പുതുതലമുറയിലെ ചരിത്ര കുതുകികൾക്ക് ഹരികൃഷ്ണന്റെ ശേഖരം പ്രയോജനപ്പെടുന്നുണ്ട്. കോൺഗ്രസിന്റെ ചരിത്രം സൂക്ഷിക്കുന്നയാളെന്ന നിലയിൽ പാർട്ടിയുടെ അനുമോദനവും നൽകിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാവരും കൂടി പാർട്ടിയുടെ ഒരു സ്വീകരണമൊക്കെ കൊടുത്തു. അതുകൂടാതെ പത്രത്തിലുമൊക്കെ വരുന്ന കാരണം പലരും അന്വേഷിക്കാറുണ്ട്, ഈ ഓമനക്കുട്ടനെ ഈ പണ്ട് തൊട്ടേയുള്ള ഒരു സ്വഭാവമാണോ ഇതെന്ന്. എൻ്റെ ഓർമ്മ തന്നെ ഒരു 13 വയസ്സുള്ളപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് അദ്ദേഹം ഇത് ശേഖരിക്കുന്ന ആളാണ്. കട നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അതിനോട് ചേർന്നൊരു വായനശാല ഉണ്ടായിരുന്നു. ആ വായനശാല 3-4 പത്രങ്ങൾ വരുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കടയിലെ പണി കഴിഞ്ഞിട്ട് ആ പത്രം എല്ലാവരും വായിച്ച് പോയി കഴിയുമ്പോഴാണ് ഈ പത്രം ഓരോന്നും എടുത്ത് കട്ടാക്കി അത് ശേഖരിച്ച് വെക്കുന്ന ഒരു രീതിയായിരുന്നു. അങ്ങനെ ഇത് കുറച്ച് കാലങ്ങളായിട്ട് ഇത് വന്നു. നിലവിൽ പെരിങ്ങര ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലെ ചെറിയ കഴകം ജോലി ചെയ്താണ് ഹരികൃഷ്ണൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വാർത്താ ചിത്രശേഖരണം ഇപ്പോഴും തുടരുന്നു. കഴിഞ്ഞ പ്രളയകാലത്ത് പോലും നെഞ്ചോട് ചേർത്ത് വെച്ച തൻ്റെ ശേഖരം വരും തലമുറയ്ക്കായി സൂക്ഷിക്കാനാണ് ഹരികൃഷ്ണന്റെ തീരുമാനം. അമൃത ന്യൂസ്, പത്തനംതിട്ട.